നമുക്ക് പത്തനംതിട്ടയിലേക്ക് പോകാം. അവിടെ സുജു ഉണ്ട്. സുജു, പത്തനംതിട്ട ജില്ലയുടെ ഒരു പ്രത്യേകത, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 5ഉം LDF നേടിയതാണ്. UDF അധികാരത്തിൽ വരണമെങ്കിൽ പത്തനംതിട്ടയിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കണം. എന്താണ് അവിടുത്തെ ഏറ്റവും ഒടുവിലത്തെ ചിത്രം? രാജൻ, ശരിയാണ്. നമുക്ക് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഗവൺമെൻറ് LP സ്കൂൾ വെട്ടിപ്പുറത്താണ്. ഇവിടെ മോക്ക് പോള് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മെഷീനെല്ലാം ചെക്ക് ചെയ്തു, യാതൊരു തകരാറുമില്ല എന്നാണ് ഈ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അറിയിക്കുന്നത്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ. ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും LDFൻ്റെ, അതായത് പത്തനംതിട്ട ഒരു കാലഘട്ടത്തിൽ UDF കോട്ട എന്നറിയപ്പെട്ടിരുന്നെങ്കിൽ പോലും പിന്നീട് അത് ഇടത്തോട്ട് ചാഞ്ഞ ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് ഓരോ മണ്ഡലം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തിരുവല്ലയിൽ കഴിഞ്ഞ 20 കൊല്ലമായി മാത്യു തോമസ് LDFൻ്റെ പ്രതിനിധിയാണ്. റാന്നിയിലേക്ക് വരുമ്പോൾ 25 കൊല്ലം, 20 കൊല്ലം രാജു അബ്രാഹും പിന്നീട് പ്രമോദ് നാരായണനും MLA ആകുന്നു. അടൂരിലേക്ക് എത്തുമ്പോൾ 15 കൊല്ലം, അതായത് ചിറ്റയം കോപകുമാറുള്ള മണ്ഡലം നിലനിർത്താനായി ഇത്തവണ പ്രജി കണ്ണനാണ് മത്സരിക്കുന്നത്. ആറന്മുളയിലും 10 കൊല്ലമായി LDFൻ്റെ പ്രതിനിധി വീണ ജോർജ് തന്നെയാണ്. റാന്നിയിൽ 6.5 കൊല്ലമായി, അത് 2019 ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് LDF മണ്ഡലം തിരിച്ചു പിടിക്കുന്നത്. ഇപ്പോൾ ജനീഷ് കുമാർ MLA ആണ്. നിലവിൽ 4 സിറ്റിംഗ് MLAമാരാണ് ഇടതുമുന്നണിക്കായി മത്സരിക്കുന്നത്. KU ജനീഷ് കുമാർ കോന്നി, ആറന്മുളയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, പ്രമോദ് നാരായണൻ റാന്നി, അടൂരിലാണ് പുതിയ സ്ഥാനാർത്ഥി തിരുവല്ല മാത്യു തോമസ് നിലവിൽ MLA കൂടിയാണ്. അടൂരിൽ പ്രജി കണ്ണനും വരുന്നു. വലിയ വാശിയേറിയ പോരാട്ടമുള്ള ഒരു സ്ഥലം കൂടിയാണ്. എന്നാലും ഇടതുപക്ഷത്തിനാണ് പ്രചരണ രംഗത്ത് ഈ തുടക്കം മുതൽ തന്നെ ലഭിച്ച മേൽക്കോയ്മ ഇടതുപക്ഷത്തിന് തന്നെയാണ്. ഇടതുപക്ഷം തന്നെയാണ് മുന്നേറ്റവും കാഴ്ചവെച്ചത്. തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗം പരിശോധിക്കുമ്പോൾ LDF വികസനമാണ് പ്രധാനമായി ചർച്ചയായി മുമ്പോട്ട് വെച്ചത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ചൂണ്ടിക്കാട്ടിയത് തനിക്കെതിരെ ഉണ്ടാകുന്ന വ്യക്തിപരമായ അക്രമമെല്ലാം സർക്കാരിൻ്റെ പൊതുജന ആരോഗ്യ രംഗത്ത് നടത്തിയ സംഭാവന അല്ലെങ്കിൽ അതിനുവേണ്ടി നിലകൊണ്ടുകൊണ്ടാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ജില്ലയിലേക്ക് മാത്രം എടുത്തു കഴിഞ്ഞാൽ, മണ്ഡലത്തിലേക്ക് മാത്രം എടുത്തു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലാ ആശുപത്രി, പത്തനംതിട്ട ജനറൽ ആശുപത്രി, പത്തനംതിട്ട ജില്ല KK നായർ സ്റ്റേഡിയം, അബാം മേപ്പാലം, വനിതാ പോലീസ് സ്റ്റേഷൻ, അങ്ങനെ റോഡുകൾ ഏതാണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ മണ്ഡലത്തിൽ 85% റോഡുകളും BN&BVCയിലേക്ക് എത്തി. അത് എടുത്തു പറയേണ്ടത് 10 കൊല്ലം മുമ്പ് ഉന്നത നിലവാരമുള്ള റോഡ് ആറന്മുള മണ്ഡലത്തിൽ 0 ആയിരുന്നു എങ്കിൽ അതൊരു ഇപ്പോൾ 85-90% റോഡുകളും ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ചൂണ്ടിക്കാട്ടിയാണ് പ്രചരണ രംഗത്ത് സജീവമായത്. എന്നാൽ മറുഭാഗത്ത് UDFൻ്റെ സ്ഥാനാർത്ഥി വിവാദങ്ങൾക്ക് പിന്നാലെയും പലതരത്തിൽ മണ്ഡലത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. ഏറ്റവും ഒടുവിലേക്ക് പരിശോധിക്കുമ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ സൈബർ ആക്രമണം രൂക്ഷമായിരുന്നു. അത് ഏത് മേഖലയും, അത് വീണ ജോർജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമല്ല, നവമാധ്യമങ്ങൾ അക്കൗണ്ടിലല്ല, കൈരളി ന്യൂസിൻ്റെ പോലും വീണ ജോർജിൻ്റെ ആയി ബന്ധപ്പെട്ട വാർത്ത വന്നാൽ അതിനിടെ രൂക്ഷമായ രീതിയിൽ നമുക്ക് പരസ്യമായി പറയാൻ പറ്റാത്തതിലുള്ള അസഭ്യവും അശ്ലീലവും നിറഞ്ഞ കമൻറ്റുകൾ കൊണ്ട് നിറയുന്നൊരു കാഴ്ചയായിരുന്നു. ഏറ്റവും ഖേദകരമെന്ന് പറയട്ടെ രാജേന്ദ്രൻ, ഇത്തരമൊരു സംഭവം ഉണ്ടായപ്പോൾ ഈ UDF സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം എന്ന് പറയുന്നത് അത് മറ്റൊരു നാടകമെന്നായിരുന്നു. സാധാരണഗതിയിൽ നമുക്കറിയാം രാഷ്ട്രീയ രംഗത്ത് ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇതിൽ ശരിയല്ല, തെറ്റാണെന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാകും. എന്നാൽ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി പറഞ്ഞു വെച്ചത് ഇത് വീണ ജോർജിൻ്റെ മറ്റൊരു നാടകമെന്നാണ്. അപ്പോൾ അത് വളരെയധികം വോട്ടർമാരിലും ആറന്മുളക്കാരിലും വേദനിപ്പിക്കുന്നൊരു സംഭവം തന്നെയായിരുന്നു. അതാണ് ആറന്മുളയിലെ ചിത്രമായി വരുമ്പോൾ. ഇനി കോന്നിയിലേക്ക് എത്തുമ്പോൾ കോന്നി KU ജനീഷ് കുമാർ 6.5 കൊല്ലം കൊണ്ട് നടപ്പാക്കിയ വലിയ വികസന പദ്ധതികൾ, അത് മലയോര ഹൈവ ഇടതുമുന്നണി സർക്കാരിൻ്റെ LDF സർക്കാരിൻ്റെ പ്രയത്നം കൊണ്ട് പൂർത്തിയായത് മലയോര ജനതയെ സംബന്ധിച്ചോളം വലിയ ആശ്വാസമാണ്. അതിനപ്പുറത്തേക്ക് മലയോര മേഖലയാണ് കോന്നി, റാന്നിയൊക്കെ തന്നെ പത്തനംതിട്ട ജില്ല. അവർക്കൊരു മികച്ച ആശുപത്രിയുടെ അഭാവമുണ്ടായിരുന്നു. കോന്നി മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കിയിട്ട് തന്നെ മലയോര മേഖലയുടെ ജനതയുടെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യം. അത് പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നുള്ള വിവിധ ഭാഗത്തു നിന്നുള്ള ആളുകൾക്കും ഭാവിയിൽ എത്തിച്ചേരാൻ പറ്റുന്ന വലിയൊരു ആശുപത്രിയാക്കി മാറ്റാൻ കോന്നി മെഡിക്കൽ കോളേജ് സാധിച്ചു. അതുപോലെ പല രാജഗിരി റോഡ്, അങ്ങനെ നിരവധി റോഡുകൾ, സ്കൂളുകൾ ഒക്കെ തന്നെ പൂർത്തിയാക്കിയാണ് കോന്നി KU ജനീഷ് കുമാർ ഇത്തവണ ജനവിധി തേടുന്നത്. അതായത് അടൂർ പ്രകാശിൻ്റെ കാലഘട്ടത്തിൽ നടപ്പാക്കാൻ പറ്റാത്ത വികസന പ്രവർത്തനങ്ങൾ KU ജനീഷ് കുമാറോട് നടപ്പാക്കിയെന്ന ആത്മവിശ്വാസത്തിലാണ്. അവിടുത്തെ കാര്യങ്ങൾ ഈ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതനുസരിച്ചുള്ള ഓരോ വിവരങ്ങളും തന്നെ അപ്ഡേറ്റ് ചെയ്യുക.